Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പലഹാരപ്പൊതിയിലെ തോൽക്കില്ല ഞാൻ എന്ന് പറയുന്ന കവിതയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നോക്കാം, മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ്. ഭക്ഷണവും കുട്ടികളും വിഷയമാവുന്ന നമ്മുടെ ഭാഷയിലുള്ള ഒരു കവിത വായിക്കൂ. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ എന്നുള്ള പാഠഭാഗം ഇതിന് മുന്നേ ആയിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള കഥ അത് റഷ്യൻ കഥയാണ്. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ ഭക്ഷണവും കുട്ടികളും വിഷയമായി വരുന്ന ഒരു കവിതയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. തോൽക്കില്ല ഞാൻ. അപ്പോൾ നല്ല ചിത്രമൊക്കെ നോക്കുക. നമുക്കൊന്ന് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരൊക്ക എത്രേ? നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങ എത്രേ? പട്ടുകൂമ്പാള കോണമുടുത്തു പ്ലാവില പൊൻകിരീടവും വച്ചു, പയ്യെ പയ്യെ ആ തെങ്ങിൻ മടലിൽ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ, തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. ആ കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളുമോരോ വർത്തമാനങ്ങൾ ചോദിക്കും. മാമൂ നിന്നെന്തു കൂട്ടി നീ പെണ്ണെ, മീമി ചുട്ടതാ നമ്മച്ചി തന്നേ, കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണെ, മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. അപ്പം ഇതാണ് നമ്മുടെ കവിത. KC ഫ്രാൻസിസിൻ്റെ പുതിയ മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു കവിതയാണ് തോൽക്കില്ല ഞാൻ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഒരു കുസൃതി നിറഞ്ഞ ഒരു കുട്ടിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി. അപ്പോൾ മേരിയോട് അവളുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഉത്തരം പറഞ്ഞത്? പേരക്ക എന്നുള്ള ഉത്തരമാണ് കൊടുത്തത്. എന്നാൽ അത് കേട്ട് ഞങ്ങൾ ആരും എന്ത് ചെയ്തില്ല, നാണം കെട്ട് മടങ്ങിയില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചു? നാടെന്താ കുട്ടി, നിന്റെ നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്താ പറയാ? നാരങ്ങ എന്ന ഉത്തരമാണ് അവൾ തരിക. അടുത്ത നോക്കാം. പട്ടുകൂമ്പാള കോണമുടുത്തു പ്ലാവില പൊൻ കിരീടവും വച്ചു, പയ്യെ പയ്യെ ആ തെങ്ങിൻ മടലിൽ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. അപ്പോൾ ഇനി അടുത്തത് അവളെ കാണാനുള്ള രൂപമാണ് പറയുന്നത്. പട്ടുകൂമ്പാള കോണമുടുത്തു. അപ്പോൾ കൂമ്പാളം എന്ന് വെച്ചാൽ എന്താ? കവുങ്ങിൻ്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോളയാണ് കൂമ്പാള. അതുപോലെ തന്നെ കോണം എന്ന് പറഞ്ഞാൽ കോണകം. അപ്പോൾ ഈ പട്ടുകൂമ്പാള കോണമുടുത്ത് പ്ലാവില കൊണ്ടുണ്ടാക്കിയ പൊൻകിരീടവും വച്ചിട്ടാണ് അവളുടെ നടപ്പ്. പിന്നെയോ പയ്യെ പയ്യെ ആ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. അപ്പോൾ തെങ്ങിൻ്റെ മടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെയും ആട്ടിത്തെളിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. ഇനി നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ, തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഈ നാരങ്ങ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ, ലോകപ്രസിദ്ധ അല്ലെങ്കിൽ ലോകത്തെല്ലാവരും അറിയപ്പെടുന്ന ഈ ഒരു നാട്ടിലെ കൊച്ചുറാണിയെ പോലെ അവൾ നടന്നു വരുന്നത് കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? തൻ കരത്താൽ മുഖം മറച്ച് പൊട്ടിച്ചിരിക്കും. തൻ കരത്താൽ, തൻ്റെ കൈകൾ കൊണ്ട് അവരുടെ മുഖം മറച്ച് പൊട്ടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്.
പിന്നെയോ ആ കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും. അപ്പോൾ ഇവളെ കാണുമ്പോഴൊക്കെ അമ്മ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അവളെ എടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. അപ്പോൾ അവൾക്ക് ചുറ്റുമെത്തുന്ന കൂട്ടുകാരും എന്ത് ചെയ്യും? ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇരിക്കും. എന്തൊക്കെയാ ചോദിക്കുന്നത് നോക്കിയേ. മാമു നിന്നെന്തു കൂട്ടി നീ പെണ്ണേ? ചോറിന് നീ എന്താണ് കറി കൂട്ടിയത് പെണ്ണേ എന്ന് ചോദിക്കുമ്പോൾ അവൾ തരുന്ന ഉത്തരം എന്താ? മീമി ചുട്ടതാണ് അമ്മച്ചി തന്നേ. അപ്പം മീൻ ചുട്ടതാണ് അമ്മ തന്നത് എന്ന ഉത്തരമാണ് അവൾ പറഞ്ഞത്. അപ്പം അവളെ കുറച്ചും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടി കൂട്ടുകാർ പറയും എന്താ? കള്ളി, നീ അതിൽ എന്തൊക്കെ തിന്നു? നീ അതിൽ എന്തൊക്കെയാണ്, മീനിൽ എന്തൊക്കെയാണ് നീ തിന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താ? മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. ഞാൻ മുള്ളു മാത്രമേ അതിൽ നിന്ന് തുപ്പിക്കളഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ തിന്നു. അപ്പോൾ കൂട്ടുകാർ അവളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയാണ്, കണ്ണു രണ്ടും വയറ്റിൽ മുളച്ചു വൻമരങ്ങളായി വന്നാലോ പെണ്ണേ? അപ്പോൾ ഈ മീനിൻ്റെ കണ്ണുകൾ രണ്ടും വയറ്റിൽ നിന്ന് മുളച്ച് വലിയ മരങ്ങളായി വന്നാലോ നീ എന്ത് ചെയ്യും? അതിനും അവൾ എന്ത് ചെയ്തില്ല, വിട്ടുകൊടുത്തില്ല. അവളെന്താ ഉത്തരം പറഞ്ഞത്? മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളൂ. മാന്തള് എന്ന് വെച്ചാൽ നങ്ക് അല്ലേ? നമ്മൾ പറയുന്ന നങ്കാണ് മാന്തള്. മാന്തള്, നങ്ക് എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു മീനാണ് അത്. അതിനെന്തേ ഉള്ളൂ? ഒരു കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്യും? മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യും? കൊഞ്ഞനം കാട്ടി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കവിതയുടെ അർത്ഥം. അപ്പോൾ ഈ കവിതയിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂമ്പാള, കവുങ്ങിൻ്റെ പൂങ്കുലയിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോള, കോണം എന്ന് വെച്ചാൽ കോണകം, പയ്യെ പയ്യെ പതുക്കെ മടല്, തെങ്ങിൻ്റെ ഓലയുടെ തണ്ട്, പൈക്കിടാവ്, പശുക്കിടാവ്, വിശ്വപ്രസിദ്ധം, ലോകത്താകെ അറിയപ്പെടുന്ന, കരം, കൈ, കിനാവ്, സ്വപ്നം. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ? കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത വായിച്ചപ്പോൾ മനസ്സിൽ വന്ന കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ കവിതയുടെ ആശയമൊന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. ഏതൊരു ചോദ്യത്തിനും ഉത്തരമുള്ള കുട്ടിയാണ് മേരി. അവളോട് ആരെങ്കിലും പേര് എന്താണെന്ന് എന്ന് ചോദിച്ചാൽ പേരക്ക എന്ന ഉത്തരമാണ് പറയുക. എന്നാൽ ചോദിച്ചവർ നാണം കെട്ട് മടങ്ങാതെ അവളുടെ നാട് ഏതാണെന്ന് ചോദിക്കും. അതിനുമുണ്ട് അവൾക്ക് തക്കതായ ഉത്തരം. അവൾ പറയുന്ന മറുപടി നാരങ്ങ എന്നാണ്. അടുത്തത് കവിതയിൽ അവളുടെ വേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. കവുങ്ങിൻ്റെ ഇളം മഞ്ഞ പോള കൊണ്ടുള്ള കോണകമുടുത്ത് സ്വർണ്ണ നിറത്തിലുള്ള പ്ലാവില കൊണ്ടുള്ള കിരീടവും വെച്ച് തെങ്ങിൻ മടല് കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെ ആട്ടിത്തെളിച്ചാണ് അവൾ നടക്കുക. വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചുറാണിയെപ്പോലെ അവൾ വരുന്നത് കാണുമ്പോൾ എല്ലാവരും മുഖം മറച്ച് പൊട്ടിച്ചിരിക്കും. ആ കുസൃതി പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ അവളെ വാരിയെടുക്കും. ചുറ്റും നിന്ന് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് കവിതയിൽ പറയുന്നത്. ചോറിന് എന്താണ് നീ കറി കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ചുട്ട മീനാണ് അമ്മ തന്നത് എന്ന് പറയും. അതിലെന്തൊക്കെ നീ തിന്നു എന്ന് ചോദിച്ചപ്പോൾ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്ന ഉത്തരമാണ് അവൾ പറഞ്ഞത്. ഇത് കേട്ട് അവളെ പേടിപ്പിക്കാനായി മീനിൻ്റെ 2 കണ്ണും വയറ്റിൽ മുളച്ച് വൻ മരങ്ങളായി വന്നാൽ നീ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് മാന്തളിന് 1 കണ്ണല്ലേ ഉള്ളൂ എന്ന മറുപടിയാണ് അവൾ കൊടുത്തത്. ഏതു ചോദ്യത്തിനും കുസൃതിയോടെ ഉത്തരം പറയുന്ന കുട്ടികളുടെ ലോകത്തെയാണ് ഈ കവിതയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കവിതയുടെ ഒരു ആശയം. ഇനി നമുക്ക് അതിലെ പ്രവർത്തനങ്ങൾ നോക്കാം.
ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? അപ്പോൾ നമ്മൾ ചിത്രത്തിലെ കൊച്ചുറാണിയുടെ നമ്മുടെ കവിതയിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചുറാണിയുടെ, അല്ലേ? അപ്പോൾ അതും ഈ കവിത വായിച്ചപ്പോഴുണ്ടായ കൊച്ചുറാണിയുടെയും നിങ്ങളുടെ മനസ്സിലുണ്ടായ കൊച്ചുറാണിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് നോക്കാം. ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിത വായിച്ചപ്പോൾ മനസ്സിൽ വന്ന കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ചിത്രത്തിലെ കൊച്ചുറാണിയെ കാണുമ്പോൾ ഭൂമിദേവിയെ ഒരു റാണിയായി കണ്ടു വരച്ചതുപോലെയാണ് തോന്നിയത്. പല നിറത്തിലുള്ള ഭംഗിയുള്ള വേഷമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് കൂമ്പാള കോണകം ഉടുത്ത് പ്ലാവില തൊപ്പി വെച്ച് മടലുകൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെയും വലിച്ചു പോകുന്ന ഒരു കുസൃതി കുട്ടിയെയാണ്. അടുത്തത്, മുന്തിരി തിന്ന വാന്യയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ചർച്ച ചെയ്യൂ. അപ്പോൾ മുന്തിരിങ്ങ എന്ന പാഠഭാഗത്തിൽ വാന്യയും ഇവിടെ മേരിയും എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. വാന്യ ആരും കാണാതെ ഒരു മുന്തിരി തിന്നു. മുന്തിരിങ്ങയിൽ ഒന്ന് കുറവാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ താൻ എടുത്തിട്ടില്ല എന്ന കള്ളം പറഞ്ഞ് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും അച്ഛൻ പ്രയോഗിച്ച സൂത്രത്തിലൂടെയാണ് രഹസ്യം പുറത്തു വന്നത്. മീൻ തിന്ന് മുള്ളു മാത്രം തുപ്പിക്കളഞ്ഞു എന്ന് മേരി പറഞ്ഞപ്പോൾ കണ്ണുകൾ രണ്ടും വയറ്റിൽ മുളച്ച് വലിയ മരമായി മാറും എന്ന് പറഞ്ഞ് കൂട്ടുകാർ പേടിപ്പിച്ചു. എന്നാൽ അതിനെ തമാശയായി കണ്ട് മാന്തളിന് ഒരു കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടുകയാണ് അവൾ ചെയ്തത്. മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ്. എന്നാൽ തോൽക്കില്ല ഞാൻ എന്ന കവിതയിൽ കുട്ടി തന്നെയാണ് ചോദ്യത്തിന് രസകരമായി മറുപടി പറഞ്ഞ് സന്ദർഭത്തെ മറികടന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.